ചെറുകഥാകൃത്ത് VM ദേവദാസിൻ്റെ നഖശിഖാന്തം എന്ന ചെറുകഥയും അർബിന്ദോ ഘോഷിൻ്റെ നവഭാരത രക്തചരിത്രം എന്ന ചെറുകഥയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള നാടകഭാഷ്യം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. നാടകം നഖശിഖാന്തം. മനുഷ്യന് ഭ്രാന്ത് പിടിച്ച് കിടക്കുക. ആരൊക്കെ കൊന്ന ആരൊക്കെ ചത്തന്നെ ആർക്കറിയൂടാ. നീ എങ്കിലും പോണ്ട. എനിക്ക് നാളെ ബാംഗ്ലൂരിൽ പോവാണതാ. എന്റെ സെമസ്റ്ററിന്റെ പ്രൊജക്ട് വെക്കേണ്ട ദിവസം. ഈ മനുഷ്യർക്കൊക്കെ എന്താ പറ്റിയത് ജമാലിക്ക? ഞാൻ കഴിഞ്ഞ ഓണം വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അത് ഈ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ ശ്രദ്ധിക്കാത്തോണ്ടാ. ഈ നാടിന് ഭ്രാന്ത് പിടിച്ചു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഭ്രാന്ത് പിടിക്കുന്നതല്ലോ പിടിപ്പിക്കുന്നതല്ലേ, കൂട്ടി കിഴിച്ചും കണക്ക് കൂട്ടി മണിപ്പൂറിൽ ചടങ്ങ് ചെയ്യണതല്ലേ. നിന്റെ അപ്പൻ മാത്യു, ഞാനും ചന്ദ്രേട്ടനും ഒക്കെ നീന്തി കളിച്ചിരുന്ന ഏലേരി ചിറയില് കഴിഞ്ഞ മാസം ചിലരത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടി തിട്ടൂരം വെച്ചു. ഏലേരി ചിറയ്ക്ക് ചുറ്റും മതില് പന്തി കൈവിളക്ക് നാട്ടി. ചോദിക്കാൻ ചെന്നവരെ അവര് മർദ്ദിച്ചു. 2 പേർക്കാ വെട്ടേറ്റ്. എനിക്കറിഞ്ഞൂടാ ഈ നാട്ടിൽ എരിയാത്ത വല്ല വീടും ബാക്കിയുണ്ടോ. മനുഷ്യർക്ക് നൊസ ഭ്രാന്ത് ഭ്രാന്ത്. എനിക്ക് എന്റെ വീട്ടിൽ പോണം ജമാലിക്ക. അവിടെ എന്റെ അപ്പനമ്മയും തനിച്ച. അവർക്ക് എന്തെങ്കിലും പറ്റിണ്ടാവും അറിയില്ല. എന്റെ കർത്താവ്, ഞാൻ പോയി നോക്കിയാലോ. നീ ഇവിടെ ജമാലിക്ക നിങ്ങള് പോണ്ട. നിങ്ങള് പോയാലും ഞാൻ പോയാലും ഒരേപോലെയല്ലേ. നിങ്ങള് പോയാ അവര് കൊല്ലും. അവര് കൊല്ലണേ അങ്ങോട്ട് കൊല്ലട്ടെ. എനിക്ക് ഇത്രയും പ്രായമായി. നീ ചെറുപ്പാ. അന്ന് മാത്യുവിന്റെ മോനല്ലേ. ഞാൻ നോക്കി വരാം. ജമാലിക്ക ഇല്ല, ഒരിക്കൽ അവര് കത്തിച്ചതാ. ഇനി കത്തിക്കാൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും പിന്നെ ഉപദ്രവിക്കാൻ വന്ന സ്വയരക്ഷയ്ക്ക് മാത്രം. ജമാലിക്ക ജമാലിക്ക പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ തൊള്ളിക്ക് പിടിച്ച് പാട്ടൊക്കെ പാടാൻ ആ വടി താഴെയുള്ള ഞാൻ നിന്നെ കൊല്ലാനൊന്നും കൊണ്ടല്ലോ. എനിക്ക് ചില നാട്ടുകാരുടെ പോലെ പേടിക്കില്ല. ആ വടി താഴെട, അവിടെ ഇരിക്കണ. എന്താണ് അതിന്റെ പേര്? സതീഷ് മാത്യു. സതീഷ് എന്നെച്ചാൽ സതിയുടെ ഈശൻ. ഇപ്പോഴത്തെ ഈ രാജ്യത്തെ കണക്ക് വെച്ച് നോക്കുമ്പോ നീ നിന്റെ പേര് മാറ്റേണ്ടി വരണ കൊച്ചനെ. നിന്റെ ഒപ്പം മാത്യു എന്ന് പറയുമ്പോ ആ ബാങ്കിൽ ജോലിയുള്ള നീ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. നമ്മുടെ കോലം മാത്യുവിന്റെ മോൻ. അപ്പനറിയില്ലേ? നിന്റെ അപ്പനും ഞാനും പഴയ ചങ്ങാതിമാരല്ലേ. ആട്ടെ, നിങ്ങളുടെ പേരെന്താ? ഞാൻ ഗോപാലൻ, വന്നേരി ഗോപാലൻ എന്ന് പറയും. നീ എപ്പോഴാ ഇതിനുള്ളിൽ കയറിക്കൂടിയത്? ഇന്നലെ രാത്രി ഇതിനകത്ത് ലോക്കായതാ. ഹലോ ഹലോ ഹലോ, റേഞ്ചും കിട്ടുന്നില്ലല്ലോ. നെറ്റ് ഉണ്ടാവില്ല. നെറ്റും റേഞ്ചും ഒന്നും ഇല്ലെങ്കിൽ നിനക്കൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. അതങ്ങനെ രാജ്യം കത്താൻ തുടങ്ങുമ്പോ ജനങ്ങൾ തമ്മിൽ സംസാരിക്കരുതെന്ന്
അവരങ്ങ് തീരുമാനിക്കും. അതങ്ങനെ എത്ര നേരെ ഇതിനകത്ത് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാന്ന് വെച്ചാ വെട്ടിക്കൊല്ലും. മനുഷ്യരെ ഒക്കെ ചങ്ങാതികളായി കഴിഞ്ഞിരുന്ന നാടാ. വിഷം കുത്തിവെച്ച് ഇവരെ ഈ നാടിൽ ഇങ്ങനെ ആക്കിയെടുത്തു. 1000-ലധിക വർഷം അടിമയിൽപ്പെട്ട നമ്മൾ അടിമ മറപ്പാതാകുമോ? എന്താടാ നിനക്ക് ബോറടിക്കുന്നുണ്ടോ? കണ്ടറിഞ്ഞൂടെ? പുസ്തകം വായിക്കുന്ന ശീലമുണ്ടോടാ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പുസ്തക അലർജിയല്ലേ? നീ ആദ്യമായിട്ടാവും ലൈബ്രറി ഉള്ളിൽ കയറുന്നത് അല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കടാ, ചിലപ്പോ നേരം പോവും. താളയെ വെക്കും പോലെ നമ്മുടെ പിതാക്കളെ വിറ്റവർ വിടവാങ്ങിയതും. വായിച്ചോടാ, നീ വായിക്കേണ്ട പുസ്തകങ്ങളായ പുസ്തകങ്ങളെ എരിഞ്ഞപ്പോ എരിയാതെ ഞാൻ കാത്തു സൂക്ഷിച്ച ഒരേ ഒരു പുസ്തകം വായിച്ച് ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് നീ ഒന്ന് അറിയേ. ഇതെന്റെ പുസ്തകമല്ലേ? ഇത് ഈ നാടിന്റെ പുസ്തകമാണ്. ഇത് എഴുതാതിരിക്കും. ഉറക്കം തൂങ്ങി കുർബാനത്തിങ്ങനെ പോലെയല്ല, ഉറക്കാനെ വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. ഇത് എന്റെ പുസ്തകമല്ല, ഈ നാടിന്റെ പുസ്തകമാണ്. ഇത് എഴുതാതിരിക്കാൻ എനിക്ക് വയ്യ. ഒരുപക്ഷെ ഇതെഴുതി തീരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമോ ജയിലിലടയ്ക്കപ്പെടുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. പ്രിയമുള്ള മനുഷ്യരെ, എന്റെ കഥ നടക്കുന്നത് യമലോകത്ത് വെച്ചാണ്. യമരാജന്റെയും ചിത്രഗുപ്തന്റെയും യമലോകം. മരണാനന്തര ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോടാനുകോടി മനുഷ്യരുടെ യമലോകം. അങ്ങനെ പറയുമ്പോൾ ഇത് വിചിത്രമായൊരിടത്തിന്റെ കഥയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇത് നമ്മുടെ കഥയാണ്, നമ്മുടെ രാജ്യത്തിന്റെ കഥ. അതുതന്നെയാണ് എനിക്ക് അറിയേണ്ടത്. ജീവനോടെ ഒരു കുഞ്ഞ് എങ്ങനെ ഈ അമലോകത്തെത്തി? മൃത്യുവിന്റെ രഹസ്യ വഴികളിലൂടെ എങ്ങനെ ജീവനോടെ ഒരു കുഞ്ഞിവിടെ എത്തി? എനിക്കറിയില്ല യമരാജ്. ആരൊക്കെയോ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടെന്ന് രഹസ്യാന്വേഷകർ എനിക്ക് വിവരം നൽകിയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞാനും കരുതിയതല്ല. നമ്മൾ അത് തേടി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഏതായാലും ഇതിനെ ഇവിടെ വെച്ചുറപ്പിച്ചുകൂടെ യമരാജൻ? എങ്കിൽ പിന്നെ ഈ കുഞ്ഞിനെ തിരികെ ഭൂമിയിലേക്ക് അയക്കൂ. എന്ത് വിഡിത്തമാണ് താങ്കൾ പറയുന്നത് യമരാജൻ? അത് ദുസ്സാധ്യമല്ല. മരണത്തിന്റെ രഹസ്യം അറിഞ്ഞ ആരും തന്നെ ഭൂമിയിലേക്ക് തിരികെ പോയിക്കൂടാ. പിന്നെ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യാനാണ്? അതിനെ കൊന്നുകളയണം. ഇതിനെ ഞാൻ വളർത്തിക്കോളാം. രാജഭക്തി, കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. പക്ഷേ ചിത്രഗുപ്തൻ, വാക്കുകൾ സൂക്ഷിച്ച്. ഈ യമലോകത്തിന്റെ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇപ്പോഴും എന്റെ പേരിലാണ്. അതോർമ്മ വേണം. യമരാജൻ, ഇതൊരു സംഹിതയാണ്. നിങ്ങൾ
ശംഖുവിലേറ്റുക, അതിനെ കൊല്ലുക. യമരാജൻ, അങ്ങ് കേട്ടില്ലേ? അവൻ എന്നെ അമ്മേ എന്നാ വിളിച്ചത്. ജീവനോടെ ഒരു കുഞ്ഞ് യമലോകത്തെത്തിയിരിക്കുന്നു. അത് നിഷ്കരണം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ പിഴവുകളുണ്ടെന്നല്ലേ? അങ്ങനെയെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ എത്രയെത്ര മനുഷ്യർ അഷ്ടകോടി നരകങ്ങളിൽ നരകവേദന അനുഭവിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാതെ പോയത് ആ നിരപരാധികളുടെ ശാപമാണെങ്കിലോ? എനിക്ക് അധികം സമയമുണ്ടെന്ന് തോന്നുന്നില്ല യമരാജൻ. അവസാനമായി എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട്. പറയൂ. മന്നന്തരത്തിൽ ഒരിക്കലെങ്കിലും ഈ നരകങ്ങളിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുക്കുക. അവരെ പുനർവിചാരണ ചെയ്യുക. നിരപരാധികളെങ്കിൽ അവർക്ക് മോക്ഷം നൽകുക. പുനർവിചാരണയോ? നമ്മെക്കൊണ്ട് അത് സാധ്യമാകുമോ? സാധ്യമാകണം യമരാജൻ. സത്യമാണ് ഏറ്റവും വലിയ നീതിയെങ്കിൽ അങ്ങേക്കത് സാധ്യമാകണം. അമരാവതി, അമരാവതി, അമരാവതി. പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിത്രഗുപ്തൻ പുനർവിചാരണയ്ക്ക് പ്രജാസഭ അംഗീകാരം നൽകിയിട്ടുള്ളതാണ്. അതങ്ങനെ തന്നെ നടക്കുകയും വേണം. പിന്നെ സത്യം അത് മൂടിവെക്കപ്പെടാനുള്ളതല്ല. എന്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അമരാവതിയുടെ അന്ത്യാഭിലാഷവും അതുതന്നെയായിരുന്നു. പുനർവിചാരണയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അസിപത്ര നരകത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ ശിക്ഷയും പീഡനമല്ല, അങ്ങ് നരകത്തിൽ. ഇത് സഭയാണ്, അതോർമ്മ വേണം. യമരാജൻ, ഇവനെയൊന്നും വിചാരണ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇവന്റെ കുലം തന്നെ നോക്ക്. രാക്ഷസ ഗോത്രം, നീച ജാതി. നിങ്ങളെ ഞാൻ ഭൂമിയിൽ വെച്ച് മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ പരമാണുവിന്റെ ന്യായാധിപൻ. ഞാൻ മരണത്തിന്റെയും ജീവിതത്തിന്റെയും കണക്കെടുക്കാൻ നിയോഗിക്കപ്പെട്ട അധികാരി. ഞാൻ മരണമില്ലാത്ത വാർദ്ധക്യത്തിന്റെ കണക്കെടുപ്പുകാരൻ. ഞാൻ ജനനമില്ലാത്ത യൗവനത്തിന്റെ കണക്ക് സൂക്ഷിപ്പുകാരൻ. ഞാൻ ചിത്രഗുപ്തൻ. യമരാജൻ, ചിത്രഗുപ്തൻ പറഞ്ഞത് ശരിയാണ്. ശംഭുകുമാരൻ, ശൂർപ്പണഖയുടെ മകൻ. അതത്ര വലിയ പോരായ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കുലത്തിന്റെ ഊറ്റം നിശ്ചയിക്കുന്നത് അവരുടെ നേരും ചെയ്തികളുമാണ്. വിവാഹിതനായ ഒരു പുരുഷനെ കണ്ടുമോഹിച്ച് അവന്റെ പുറകിൽ നടന്ന് മുഖം മുഴുവൻ ചോരയൊലിപ്പിച്ച് നടന്നവളല്ലേ നിന്റെ തള്ള. അങ്ങനെ ആരെയും കണ്ടു മോഹിച്ചിട്ടില്ല.
സത്യജിത്തിന്റെ കുലമാണ് എങ്ങളുടേത്. പിന്നെ എന്തിനാണ് ലക്ഷ്മണൻ നിന്റെ തള്ളയുടെ മൂക്കും മുറയും വരുന്നത്? യമരാജൻ, ചിത്രഗുപ്തന്റെ ഈ കണക്ക് പുസ്തകത്തിൽ തെറ്റുണ്ടെന്നതിന് ഇത് തന്നെ സാക്ഷ്യം, ഇത് തന്നെ സാക്ഷ്യം. എന്റെ തായ്ക്ക് മുലകൾ ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ മുലയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? കാടുകാക്കാൻ നിയോഗിക്കപ്പെടുന്ന കാട്ടുപെണ്ണ് കരിങ്കല്ല് കൊണ്ടിടിച്ചും തീക്കനൽ കൊണ്ട് പൊള്ളിച്ചും അവളുടെ വലതുമുല ഇല്ലാതാക്കുമായിരുന്നു. എന്തിനാണെന്നോ? കാട് നശിപ്പിക്കാൻ വരുന്ന കാപാലികർക്കെതിരെ ഗതിവേഗം കൂട്ടി അമ്പയുമ്പോൾ അവളുടെ വലതുമുല എന്നും ഒരു തടസ്സമായിരുന്നത് കൊണ്ട് യമരാജൻ വീടും നാടും കതിരോരും കാലായിരുന്നു. കുഞ്ഞെ, നീ എങ്ങനെയാണ് മരിച്ചത്? മരിച്ചതല്ല, കൊന്നതാണ്. അല്ല, സത്യം, കൊന്നതാണ്. ദണ്ഡകവനത്തിൽ വെച്ച് ചതിച്ചു കൊന്നതാണ്. ഇവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. പ്രജാസഭ, ഇവൻ അസത്യമാണ് പറയുന്നത്. ധിക്കാരിയായ യുവാവേ, നിന്റെ വാക്കുകൾ അതിരുകടക്കുന്നു. നിന്റെ വാദം മാത്രം പറയുക. മറുത്താണെങ്കിൽ നിങ്ങളുടെ ഭീഷണി കണ്ടിട്ടല്ല പറയാനില്ല. ഞങ്ങളുടെ ചരിത്രം, ഞങ്ങളുടെ സത്യമായ ചരിത്രം, ഒരു കാണുന്ന ചരിത്രം, ഈ ഭൂമിയിൽ നിന്ന് മുറ്റാട് പൊടിക്കപ്പെട്ട ഒരു ജനതയുടെ ചരിത്രം പറയാനില്ല, പറയാനില്ല. എന്തിനാണ് ഈ സാധുമൃഗങ്ങളെ ഇങ്ങനെ തുരത്തുന്നത്? മിണ്ടാതിരിക്കും പുഴുക്കളെ, അല്ലെങ്കിൽ തല ഞാൻ അരിയും. കാട്ടാറ് വറ്റി വരളുന്നത് നീ കാണുന്നില്ലേ? ഈ മണ്ണ് കത്തി തീയാകുന്നത് നീ അറിയുന്നില്ലേ? മിണ്ടാതിരിക്കേ. ഈ കാണുന്ന 3 അല്ല 3000 അടിമകൾ ഉണ്ടാകും. ഞാൻ ഈ ദണ്ഡകം വിട്ടു പോകുമ്പോ അത് നിന്നെ തീയാവ് മാത്രമാണ്. ഏകളുടെ സമതളം മറികടക്കാതെ നിനക്ക് ഇടമൊന്നൊരല പോലെ വരക്കാനാവില്ല. മണ്ണ് വിട്ട് വിട്ട് കാടടിച്ചടിച്ചടിച്ച് നാട്ടുജാതിയെ കൊന്ന് തിന്ന് എനിക്കെന്റെ ജ്യേഷ്ഠന് വേണ്ടി ഒരു പർണശാല പണിയേണ്ടതുണ്ട്. പർണശാലകള് പലതും കണ്ടേക്കണ്. മോമുനിമാർ ഇലച്ചാർത്തിനാൽ കോർത്ത് നിർമ്മിച്ചത്. പക്ഷേ ഈ കാടിങ്ങനെ കത്തിയരിച്ചും കാട്ടുമക്കളെ എഴുതി നിർത്തിയും ഈ പണിയണത് പർണശാലയെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
കാട്ടു സ്ത്രീയാണെങ്കിലും നിനക്ക് ബുദ്ധിയുണ്ട്. ശരിയാണ്, 14 വർഷം വനവാസം എന്ന് പറയുന്നത് കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനല്ല. തിരിച്ചെത്തുമ്പോൾ ഇക്ഷ്വാകു വംശത്തിലെ രാജകുമാരന്മാർക്ക് പുതിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്കെതിരെ വിധം മുമ്പിയാനും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും നീ ആരാണ്? നീ ആരാണ് കാട്ടു സ്ത്രീയെ? നീ അടങ്ങുന്ന നീചജാതിയെ കൊന്നൊടുക്കണമെന്ന് ഗുരുവിശ്വാമിത്രൻ പണ്ടേ ഉപദേശിച്ചിട്ടുള്ളതാണ്. ഞാൻ നിന്റെ ആ ചേർത്തനുണ്ടല്ലോ രാവണൻ, അഴുക്കുചാലിൽ പുഴുക്കളെ പോലെ കഴിഞ്ഞിരുന്ന നിന്നെയൊക്കെ പടയ്ക്ക് മുന്നിൽ നിർത്തിയും പഠിപ്പിച്ചു പുതിയൊരു ലോകം കെട്ടിപ്പടുത്തുമെന്ന് അഹങ്കരിക്കുന്ന അവനടങ്ങുന്ന നീചവംശത്തെ തകർക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഒരു പാഴ്ജാതിയും പുഷ്പക വിമാനത്തിൽ പറന്നുകൂടാ, അയന്റെ കൊട്ടാരത്തിൽ ഉറങ്ങിക്കൂടാ. ഈ ഭൂമി ഞങ്ങൾ ആര്യന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ലക്ഷ്മണ, സൂര്യവംശം ഇങ്ങനെ പടർന്നു കിടന്നിട്ടോ ഈ ദണ്ഡകത്തെയും ഇവിടത്തെ മനുഷ്യരെയും കീഴടക്കണമെന്നുള്ള നിന്റെ വംശത്തിന്റെ യുദ്ധപതി നിരക്കില്ല, ഓർത്തിക്കാതിരില്ല രാജകുമാര. നിങ്ങളുടെ യുദ്ധങ്ങൾ അനാഥരാക്കിയ കിടാങ്ങളും പെണ്ണുങ്ങളും അവരുടെ കണ്ണീരും നീ എപ്പോഴെങ്കിലും നിരത്തിക്കൊണ്ടോ? ഈ ദണ്ഡകവും ലങ്കയും കീഴടക്കിയിട്ടേ എന്റെ വനവാസം അവസാനിക്കുള്ളൂ. ജീവൻ വേണമെങ്കിൽ കാട് വിട്ടുപോ. അതിമോഹമാണ് ലക്ഷ്മണ. ഈ ദണ്ഡകം കീഴടക്കണമെങ്കിൽ നീ എന്നെ താണ്ടണം. ഒരു പെണ്ണായ നീയോ? പെണ്ണ് തന്നെ. പൊന്ന് നെടിച്ചതും മരിച്ചതും പടച്ചതും പെണ്ണ് തന്നെയല്ലേ? പെണ്ണിനെ ഊറ്റം കുറവോ മരിച്ചില്ലേ? അങ്ങനെ തന്നെ. നീ കണ്ടോ? പുതിയൊരു കഥയ്ക്ക് കൂടി കോപ്പ് വേണം. അതുകൊണ്ട് അരിഞ്ഞെടുക്കുകയാണ് നിന്റെ മൂക്കും മുലയും. മുലക്കഥ ഇനി ആരും പാടി നടക്കരുത്. അങ്ങനെ തന്നെ.
പാഴുവാൻ കല്ലായിരുന്നു. ഒരു രാമെങ്കിൽ പോയത്. വേണ്ട വേണ്ട. നിന്നെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് ആശയില്ല. അതുകൊണ്ട് കാടരിക്കൽ നിർത്തി നിന്റെ കൂട്ടരെയും കൊണ്ട് ഗോദാവരി കടന്നപ്പോ കാൽ തൊട്ടും വന്നിച്ച് കാടിനോട് മാപ്പപേക്ഷിച്ച് രക്ഷം പോ. ലക്ഷ്മണ, ഓടറിയണമെങ്കിൽ കാട്ടരുവിയിൽ മുങ്ങിനി വരണം. മക്കളുടെ പരാഗണം അറിയണം. ചെരുപ്പ് മുറുകുമ്പോൾ പറയണം. ഒട്ടുമെത്തയിൽ ഊട്ടമുറങ്ങി കഴിഞ്ഞ നീയൊക്കെ ഇതെങ്ങനെ അറിയാനാണ്? വംശത്തോട് കോയിൽ തോറ്റെന്നറിഞ്ഞാൽ മാനവകരെന്ന് പറയും. ഞാനൊരു പാഴ്ജന്മം. മാപ്പപേക്ഷിക്കാൻ ഭിക്ഷാകു വംശത്തിന് വയ്യ. ചങ്കിന്റെ ചങ്കായ നിന്നെ പൊന്മകനെ ഇതൊക്കെ സത്യമാണോ? ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. ചരിത്രം നിർമ്മിക്കുന്നത് അതാത് കാലത്തെ ഭരണാധികാരികളല്ലേ? അപ്പോൾ സത്യം കുഴിച്ചു മൂടപ്പെടും, വളച്ചൊടിക്കപ്പെടും. വരികൾക്കിടയിൽ വായിച്ചു നോക്ക്, സത്യത്തെ കാണാം. ശംഭുകുമാരൻ കഥ പറഞ്ഞ് അവസാനിച്ചപ്പോൾ പ്രജാസഭയുടെ വിധിയുണ്ടായി. അസത്യം പറഞ്ഞതിന് ശംഭുകുമാരന് 1000 തേളുകളും 1000 സർപ്പങ്ങളും ഇഴയുന്ന കാലായന നരകത്തിലേക്ക് അയക്കുക. അന്തിമവിധി പിന്നീട്. സത്യം പറഞ്ഞതിന് നരകവിധിയല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? പ്രജാസഭ അന്ന് ദണ്ഡകാരണ്യത്തിൽ നടന്നത് ഒരു വംശഹത്യയായിരുന്നു. അധികാരക്കൊതി. അഴുക്കിൽ കഴിയാൻ വിധിക്കപ്പെട്ട മനുഷ്യർ ഉണർന്നും പഠിച്ചും മണ്ണിൽ കാലുറപ്പിച്ച് ഉയർന്നു നിന്നതിനോടുള്ള അധികാര വംശങ്ങൾക്കുണ്ടായ വെറുപ്പ് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ നോട്ടമുണ്ടായിരുന്നില്ല. സകലതിനെയും കൊന്നുകളഞ്ഞു. ആര്യന്മാരുടെ പണിയോട്ടം. ദണ്ഡകാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാട്ടുമനുഷ്യർ വിന്ദിന്റെ താഴ്വരയിലേക്കും പശ്ചിമഘട്ടത്തിലേക്കും കുടിയേറി. അങ്ങനെയല്ലേ കുടുംബത്തിൽ? അതെ, ബാക്കി വായിക്കേ. അടുത്ത വിചാരണയ്ക്കായി യമരാജൻ തിരഞ്ഞെടുത്തത് സുമിത്ര മഹാരാജ്യം എന്ന പെട്ടികയായി. സുമിത്ര മഹാരാജ്യം ഇടം മലയാള ദേശത്തിനും കന്നഡ ദേശത്തിനും ഇടയിൽ വിന്ധ്യപർവ്വത താഴ്വരയിൽ ഭാവിയിൽ
ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ അവൾ ഒരു രാജ്യദ്രോഹിയായിരുന്നു, ഒരു വേശ്യ. തന്റെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചുകൊണ്ട് അവൾ മാതിയൂരിന്റെ കഥ പറഞ്ഞു തുടങ്ങി. മാതിയൂര് പിന്നെ ഭരണം അവരുടേതായി. അവർ നമ്മുടെ നാട് മുടിച്ചു, നമ്മുടെ പെണ്ണിനെ വിറ്റു, വയല് വിറ്റു, കാട് വിറ്റു, കാട്ടാറ് വിറ്റു. ഇപ്പോഴിതാ അവന്റെ യന്ത്രങ്ങൾ നമ്മുടെ മണ്ണ് കുഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ വക ഒരു ചെരുപ്പമാല. അവനെ കല്ലെറിയേ. പ്രിയമുള്ളവരെ, മാധിയൂരിലെ ഭൂസമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവതരിപ്പിച്ച നാടകത്തിന് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി. പോരാട്ടം പോരാട്ടം തുടരും. രഞ്ജോ, സാവിത്രി, നിങ്ങൾ പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തു വെക്കും. നാളെ നമുക്ക് നാഗമണ്ഡിയിൽ കളിയുള്ളതാണ്. എന്നോടൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വെണ്ടൂർമാർക്കെതിരെ നാടകങ്ങൾ നിർത്തണമെന്ന്. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ തല ഈ മണ്ണിൽ കിടന്നു. മനസ്സിലായോടി?
ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട. ഇത് ഞങ്ങളുടെ മണ്ണാണ്. ഈ മണ്ണ് കുഴിച്ച് കബറ് വരാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിന്റെ ഒന്നും കുടുംബ സ്വത്തല്ല. പഠിച്ച് പഠിച്ച് വലിയ മജിസ്ട്രേറ്റ് ആയി എന്നാണോ നിന്റെ വിചാരം? സ്വാതന്ത്ര്യം, സമത്വം, നീതി, അങ്ങനെ നീ പഠിച്ചതല്ല കടലാസിൽ എഴുതി വെക്കാൻ കൊള്ളാം. ഈ രാജ്യത്തിന്റെ അധികാരം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണ്. ഈ മാറിയോരും അവകാശം ഞാൻ തന്നെയാ. വേണ്ടോ? മനസ്സിലായോടി? വേണ്ടോ? നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം, അല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയ 50 വർഷം കഴിഞ്ഞിട്ടും ഈ നാട്ടിലെ ദളിതനും ദരിദ്രനും ഒക്കെ നിന്റെ ഒക്കെ കാൽച്ചൂട്ടി തന്നെ കിടക്കണതാണെങ്കിലേ അതിന് നടക്കില്ല. മുഖം, എന്റെ മുഖം. നിന്റെ അനിയത്തോട് പറഞ്ഞു കൊടുത്തേക്ക്. ഈ മാധൂരിന്റെ മണ്ണ് ഖനനം ചെയ്യാൻ കമ്പനിക്ക് അനുമതി കൊടുത്തത് ഞാനാ. ഞാൻ അങ്ങനെ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നടപ്പാക്കണമെന്നും എനിക്കറിയാം. വേണ്ടോ? ഇവിടത്തെ മണ്ണ്, വായു, വെള്ളം ഞങ്ങളുടേത് കൂടെയാണ്. ഈ മണ്ണ് സംരക്ഷിക്കാനുള്ള സമരം ഞങ്ങൾ ഇനിയും തുടരും. ഇതൊരു സമരഭൂമിയാണ്. സമരഭൂമിയോ? പുണ്യഭൂമിയാണിത്. ഈ മാധൂരിന്റെ മണ്ണിനടിയിൽ നിന്നും ആദിശില്പം കണ്ടെടുത്തത് നിനക്കൊക്കെ അറിയാവുന്നതല്ലേ? പുണ്യപുരാതന ക്ഷേത്രം നിലനിന്നിരുന്ന യാഗഭൂമിയാണിത്. ആ ശില്പം അത് ഞങ്ങളിവിടെ സ്ഥാപിക്കും. ഈ മണ്ണ് ഖനനം ചെയ്യാനുള്ള മറ്റെല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ നീ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും പുതിയ കഥകളുമായി വരുമെന്ന് ഞങ്ങൾക്കറിയാം, അല്ലേ? അതെ. ജാതികളൊക്കെ ഇങ്ങനെ വളരാൻ വിടരുത്. ശ്രേഷ്ഠനോട് ഞാൻ പലതവണ പറഞ്ഞതാണ്. ഹരിയോം ഹരിയോം. സുമിത്ര, ഇങ്ങ് വാ. ഇങ്ങ് വന്ന് ഞാൻ പറയട്ടെ. നീ പഠിച്ചതല്ലേ? നിനക്ക് വേണ്ടതെല്ലാം വെണ്ടോർ ചെയ്ത് അതും വാങ്ങിയിട്ട് ഈ പട്ടണത്തിൽ പോയി സുഖമായി ജീവിക്കും. എന്തിനാ വെറുതെ കീടങ്ങളോടൊപ്പം കഴിയുന്നേ? സാവിത്രി, രഞ്ജോ, ഇങ്ങ് വാ. നിങ്ങളുടെ അനുസൃതിയോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. നിങ്ങളുടെ നല്ലതിനല്ല ഞാൻ ഈ പറയുന്നത്. വെണ്ടോറിന്റെ കയ്യിൽ നിന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് താൻ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട. അയ്യോ, പെണ്ണുങ്ങളെ സൂക്ഷിച്ചോ. അനുഭവിക്കേണ്ടി വരും. എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അയ്യോ, സന്യാസി, ഇത് മാധിയൂരാണ്. കോഴിവീരന്മാരുടെ നാട്. കോഴിവീരന്മാരോടൊപ്പം കളിച്ച് വളർന്നവരാ ഞങ്ങള്. കണക്കിന് കൊമ്പന്മാർ ചിഹ്നം വിളിച്ച് നടക്കുമ്പോഴും ഈ മാധിയൂരിന്റെ ദൈവം ഒരു പെണ്ണാന മാതി. കോഴിവീരന്മാരുടെ കൊമ്പ് പിഴുതതിന് ഇവരോടൊക്കെ മാതി ചോദിക്കാതിരിക്കോ? പിന്നെ നാടകം ഞങ്ങൾ കളിക്കും. വെണ്ടോറല്ല, ഏത് തമ്പുരാൻ പറഞ്ഞാലും ഞങ്ങൾ നാടകം കളിക്കും. ജീവനോടെ കൊളുത്തിയാലും കൊന്ന് ശവം അടക്കിയാലും ഈ മണ്ണിൽ വീഴുന്ന ഓരോ ചോരത്തുള്ളിയിൽ നിന്നും ഒരു പുതിയ മനുഷ്യൻ ഉയർത്തു വരും. അവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഗഞ്ചറയിലെ ജന്മൻഷി നമ്മുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം.
എന്റെ ജനങ്ങളെ, ഈ പുണ്യഭൂമി ഗോമാതാവിന്റെ രക്തമേട് അശുദ്ധമായിരിക്കുന്നു. ഈ യാഗഭൂമിയിൽ ഗോമാതാവിന്റെ തിരത്തടുത്ത് വച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ആചാരവിചാരങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയാ. ഇവറ്റ ദേശവിരുദ്ധരാ, ഇവർ രാജ്യദ്രോഹികളാ. ഇവരിവിടുന്ന് കാട് കടത്താം. ജനങ്ങളെ, സംഘടിക്കല്ല, ഞങ്ങളല്ല. ഞങ്ങളെ ഒന്ന് വിശ്വസിക്ക്. ഞങ്ങൾ രാജദ്രോഹികളല്ല. നിങ്ങൾ അങ്ങനെ പോയാല് നമുക്ക് നമ്മുടെ മണ്ണ് നഷ്ടാവും. പോവല്ലേ, പോവല്ലേ. വേഗം തുടങ്ങാൻ സമയമായി. വേഗം. അയ്യോ,
പിന്നെയും നിരന്തരം ഖനനം ചെയ്യപ്പെട്ടു. മാദിയൂരിലെ ജനങ്ങൾ ഇന്ത്യൻ നഗരങ്ങളിലെ യാതകരായി. സുമിത്ര ആഴ്ചകൾ നീണ്ട പീഡനത്തിനൊടുവിൽ വെണ്ടോറിന്റെ ഗുണ്ടകൾ അവളെ ചുവന്ന തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. 18 വർഷം, നീണ്ട 18 വർഷം അവൾ അവിടെ ഒരു വേശ്യയായി ജീവിച്ചു തീർത്തു. 38ാമത്തെ വയസ്സിൽ ക്ഷയരോഗം ബാധിച്ച് അവൾ മരിച്ചു. പിന്നീട് മാദിയൂരിൽ പിറന്ന പൂവുകൾക്ക് ചോരയുടെ നിറമായിരുന്നു. ചോരയുടെ പടരുമ്പോഴും ഒടുവിൽ ഭോഗിച്ചവന് ചോദിച്ചു സുഖമുണ്ടായെന്ന്. മനുഷ്യന്റെ അധികാര കൊതിയും വെറുപ്പും ഒന്നും മാറിയില്ല. യുഗങ്ങൾക്കപ്പുറം വില്യപർവ്വതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട കാട്ടുമനുഷ്യർ, അവർക്ക് പീഡനങ്ങളും തീണ്ടലും മാത്രം. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ എവിടേക്കോ എപ്പോഴൊക്കെയോ വായിച്ചിട്ടുണ്ട്, ഒരു ഫിക്ഷൻ പോലെ. ഫിക്ഷൻ അല്ല, വർത്തമാനം ഇന്ത്യയുടെ യാഥാർത്ഥ്യം ഇതുപോലെ തന്നെയാണ്. എന്റെ മണ്ണിൽ മാത്രമല്ല, സഖ്യന്റെ മണ്ണിലും നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അടുത്ത വിചാരണയ്ക്കായി യമരാജൻ തെരഞ്ഞെടുത്തത് ചെല്ലനെയായി. ചെല്ലൻ ഫോറസ്റ്റ് വാച്ച്. വർഷം 2024. ഇടം വയനാട്. Yeah.
അടുത്ത തിങ്കളാഴ്ച ഞാൻ കാണാത്ത കാടില്ല നാടില്ല. പക്ഷെ ഇന്നൊരാഗ്രഹം ഉൾക്കാടൊന്നും കൂടി ഒന്ന് കാണണമെന്ന്. എല്ലാം നിനക്ക് വെള്ളം വേണോ? വേണ്ട സാറേ, അതൊക്കെ എനിക്ക് ശീലായില്ലേ. ഓടിക്കൂടാ സാറേ, ആ കരിമല കഴിഞ്ഞാലേ അച്ഛനാവാ അവിടെ കൂടെ വെച്ചേക്കുന്നത്. അറിയില്ല സാറേ, ഞാനിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. നോക്കണ്ടടാ. നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് ഇനി നടക്കണം. വണ്ടി പോകുന്നവിടെ വലിയ പാടാ സാറേ, വലിയ ഉരുളൻ കല്ലുകളാ അവിടെ. ഇറങ്ങി സാറേ. എന്റെ തുണി സേവ്യറേ, ആനച്ചാല വണ്ടി പുറകിലേക്ക് ഇട്ടേക്ക്. മതിയടാ. സാറേ, ഇതില്ല. ചിലപ്പം പേടിക്കാതെ വാ സാറേ. സാറേ, ഇവിടെ വലിയൊരു ഇറക്കാണ്, നോക്കി ഇറങ്ങണേ. ആണല്ലേ സാറേ. കേട്ടോ സാറേ, എങ്ങനെ കാരണവന്മാര് പണ്ട് രാമായണ കാലത്തൂടെ വന്നു കൂടിയതെന്നാ എങ്ങനെ മൂപ്പനച്ഛൻ പറഞ്ഞേക്കണ. അപ്പൊ നീ ഈ വാനരന്റെ ആരായിട്ട് വരുടാ? വാനരന്റെ ആരല്ല സാറേ, ഞങ്ങള് രാവണരാജന്റെ ആൾക്കാരാ. ഏത് വാ സാറേ. പേടിക്കണ്ട സാറേ, അവൻ വെള്ളം കുടിക്കാൻ വന്നതാ. നമ്മളാണാ? സാറേ, ഇവറ്റങ്ങളൊക്കെ വെടിവെച്ച് കൊല്ലും. കാടിറങ്ങി മനുഷ്യനെ കൊല്ലാനായിട്ട് നാശങ്ങൾ. അതെന്തിനാ സാറേ? നമ്മള് മനുഷ്യര് കാടേറി അവറ്റോടെ തീറ്റ വെള്ളമൊക്കെ കവറിനുണ്ടല്ലേ അവര് കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് വരണേ. പിന്നെ ഈ നേച്ചറൊക്കെ സംരക്ഷിക്കാൻ നമുക്കില്ല സാറേ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ. കമ്മിറ്റ്മെന്റ് വലിയ ഇംഗ്ലീഷ് ആണല്ലോടാ. 3ാം ക്ലാസ് വരെ പഠിച്ച്. ഞാൻ BA പൊളിറ്റിക്സാ സാറേ. രാഷ്ട്രതന്ത്രം പിന്നല്ലാതെ രാഷ്ട്രീയത്തില് നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന
പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കുര്യൻ തോമസിന്റെ കോറി നോക്കാൻ. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ മാറിയാ കുര്യന്റെ കോറി കേട്ടോ ശേഖരെ. ഈ കോറിയുടെ അനുമതിക്ക് വേണ്ടി കുര്യൻ കുറെ എന്റെ പുറകെ നടന്നിട്ടുള്ളതാ. അങ്ങനെ അനുമതി കിട്ടുവോ? കിട്ടത്തില്ല. ഡീപ് ഫോറസ്റ്റ് അല്ലേ? പക്ഷെ അനുമതി കിട്ടി. അതിപ്പോ സാറ് വിചാരിച്ച കിട്ടാത്ത അനുമതി ഉണ്ടോ? സാറിനറിയണ പോലെ നിയമത്തിന്റെ നൂലാമറകളും വളവും തിരിവും ചൂടിച്ചോരും വേറെ ആർക്കറിയുന്നതാണ്. അതുകൊണ്ടല്ലേ സേവ്യറെ ഡിപ്പാർട്ട്മെന്റിൽ എന്നെ ലൈസൺ ഓഫീസർ എന്ന് വിളിക്കുന്നേ. നമ്മളായിട്ട് എന്തിനാ മറ്റുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റിടുന്നേ? നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കട്ടോ. വികസിക്കേണ്ടത് വികസിക്കണം. കൂടെ നമ്മളും വികസിക്കണം. ഈ പ്രകൃതി വികൃതി എന്നൊക്കെ പറഞ്ഞു നടന്ന നാടിന് എന്ത് വികസനം ഉണ്ടാകാനാ? ശരി സേവ്യറെ ഒറ്റയ്ക്ക് പോകാതെ അവനും കൂടെ കൊടുക്കടാ കുറച്ച്. ഇവന്റെ കാര്യം വേണ്ട സാറേ, ഉത്സവല്ലേ, വ്രതത്തിലാ. വീട്ടിൽ കുടിക്ക നാളെ എല്ലാം നീ കുടിക്കടാ. ഒന്ന് നമ്മുടെ സാറിന്റെ റിട്ടയർമെന്റ് പാടിയല്ലേ? വേണ്ട, വ്രതം മുറി. സാറേ ചെക്കൻ പുതിയതാ, ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അവന്റെ മട്ടും ഭാവവും കണ്ടിട്ട് അവൻ നമ്മുടെ കൂട്ടത്തിൽ കൂടണമെന്നല്ല. എന്താ ചെയ്യേണ്ടത് സാറേ? ഞാനൊരു ആഗ്രഹം നിങ്ങളോട് പറഞ്ഞു, നിങ്ങളത് സാധിച്ചു തരാമെന്നും പറഞ്ഞു. ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യടാ. നീ പോയി കൂട്ടിൽ സംഗതി കുടുങ്ങിട്ടോ നോക്കിട്ട് വാ. കുടുങ്ങിയാണെങ്കിൽ റിസർവിൽ വിടാല്ലേ? ആടാ സാറേ, ആ ചെരുവുകാടിന്റെ അടുത്തേക്ക് പോണ്ട. അവിടെ കരടി ഇറങ്ങുന്ന സ്ഥലം ശ്രദ്ധിച്ചേക്കണേ. ഞാനും സാറേ പോയി നോക്കിയിട്ട് വരട്ടെ. അഭിലാഷ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംഗതി കുടുങ്ങിയിട്ട്. കുടുങ്ങിണ്ട്, കൂട്ടില് കുടുങ്ങിണ്ട്. സാറെന്നാ പോയാലോ? വിശ്വസിക്കാൻ പറ്റൂല ഇവറ്റങ്ങൾക്ക് ഈ കാട് കാട്ടുപുറന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെന്റിമെന്റ്സാ. ഒറ്റ സാറേ എന്തായാലും ഒറ്റ സാറേ ജൂരിലെ കട പോണ്ടേ? കുറച്ച് ഉപ്പ് വാങ്ങി വാങ്ങിക്കോ. പിന്നെ കുറച്ച് മണ്ണെണ്ണ. ചിക്കനല്ല സാറേ, ഇവിടെ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കാനാ. നാളെ അന്നാ കുറച്ച് കൂട്ടുപിടി കൂടെ വാങ്ങാം. എന്നാലും സാറിന് ഇപ്പൊ ഇങ്ങനൊരു ആഗ്രഹം തോന്നുന്നുണ്ടാ? കാരണം ഈ ഇറച്ചികൾ പലവിധമാണ്. മാനിന്റെ ഇറച്ചി, മുയലിന്റെ പഞ്ഞിറച്ചി, കാട്ടുപോത്തിന്റെ മുയലിറച്ചി, കാട്ടുപന്നിയുടെ മേലിറച്ചി, മയിലിറച്ചി, നാലിറച്ചി,
അങ്ങനെ 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 ഞാൻ കഴിക്കാത്തതായിട്ട് ഒന്നും ഇല്ലടാവേ. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മണ്ണും പെണ്ണും മാംസമൊക്കെ ആയിട്ട് അങ്ങ് സുഖിച്ചുള്ള ഒരു ജീവിതമാണ് ഗണിച്ചു പറഞ്ഞത്. രാജാവിനെ പോലെ ജീവിക്കുമെന്നാടാ. എന്നാലും നിങ്ങളെ കൊള്ളാം കേട്ടോടാ. ഞാനൊരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ അത് സാധിച്ചു തരാൻ കൂടെ നിന്നല്ലോ. കൊള്ളാടാ. അത് പിന്നെ സാധിച്ചു തരാതിരിക്കാൻ പറ്റുമെന്ന് പറയാം. മനോജ 2008 തപ്പി ഞാൻ കാട് കയറിയത്. കാര്യം കഴിഞ്ഞപ്പോ പെണ്ണിന് കണ്ണീരും കരച്ചിലും, അവളെ കെട്ടണമെന്നും കൂടെ കൂട്ടണമെന്നൊക്കെ. സംഗതി അറിഞ്ഞ് ഊരിൽ ആളറിയുന്നായിപ്പോ അവളെ അങ്ങ് തട്ടി. പണി മൂന്ന് മാത്രല്ല അഴിയെണ്ണേണ്ടി വരുന്നായിപ്പോ ഈ നാളെന്താ എന്നെ രക്ഷിച്ച ആ നന്ദികളെ പണി സേവനപ്പെട്ടതാണ്. ആ നന്ദികളെ പണി സേവനപ്പെട്ടതാണ്. കൃഷ്ണന്റെ കാലിലൊന്നും പോലെ കിടക്കാതെ സാറിന്റെ പട്ടിന്നോ പന്നിന്നോ എന്ന് പറഞ്ഞ് വിളിച്ചോന്നാണ്. സാറിന്റെ തെളിവോ സാറിന്റെ തെളിവോ കഴിഞ്ഞു പോയതാ കണ്ടില്ലേ? സോറിതാണ്. അങ്ങനെ സേവിയർ കഴിഞ്ഞു പോയിട്ടില്ല. വേണമെങ്കിൽ സേവിയർ ഒരു കുപ്പിയിലടിച്ചതാ. സമയം കളയാതെ ചെയ്യാനുള്ളത് ചെയ്യടാ. മൈത്താണ്ടികളെ സമയം കളയാൻ മനോജേ നോക്ക് വേണ്ട. ഈ പണ്ടുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് സാറേ? നല്ല ആഴത്തിൽ കുഴിയെടുത്ത് കുഴിച്ചു മുടണം, അല്ലെങ്കിൽ കരിച്ചു കളയണം, അല്ലെങ്കിൽ കാട് മണം പിടിച്ചു വരും. അതാ കാടിന്റെ ഒരു ശീലം. പെട്ടെന്നാണല്ലോ ആഴത്തിൽ കുഴിയെടുക്കും. കിട്ടിട്ടോ ചേട്ടന്റെ കടയാണ് അവൻ. പിന്നെ അവനെ വിളിച്ചെടുപ്പിച്ച് കട തുറപ്പിച്ച് അതാ ലേറ്റ് ആയത്. എന്താ സാറേ ഒത്തിരിക്കായിട്ട്? അത് 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 കേടായി ഭയങ്കര. സാറേ ഒട്ടിഞ്ഞ നെയ്യ പക്ഷേ ഉണ്ടല്ലോ വെട്ടി തിളപ്പിച്ച് വറ്റിച്ചെടുത്താണല്ലോ നല്ല ടേസ്റ്റാ.
ഒരു അബദ്ധം പറ്റിപ്പോയി, സഹകരിക്കണം. പറ്റൂല സാറേ, ഞങ്ങളെ കാടിനെ ശ്രദ്ധിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് പള്ളം നടക്കാൻ നാട്ടിൽ ഇഷ്ടം പോലെ ഇറച്ചില്ല സാറേ. പിന്നെന്തിനാ അവനെ കൊന്ന്? അവൻ കുഞ്ഞല്ലേ സാറേ. സാറേ ഒന്നതല്ലടാ, പാപം തിന്നാ തീരും. അവന്റെ മോങ്ങൾ കുറച്ചു കഴിയുമ്പോ നിൽക്കും. ഇന്നില്ലാതെ എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയാം. ഇന്ന് സമയം കളയാതെ വേദിക്കണത് വേദിക്കണം. മാംസത്തിൽ ഈ രക്തത്തിൽ ഇവൻ ഇതുവരെ പങ്കുചേർന്നിട്ടില്ല. ഇവൻ നമ്മളെ കഴിവെറ്റും സാറേ. ഇവൻ നമ്മളെ ഒറ്റും. ഇവനെയും തീറ്റിക്കണ്ടേ സാറേ? കരിമുരിടർച്ച് സാറേ. ഞാനത് തിന്നൂല സാറേ. എന്നെ കൊന്നാലും ഞാനത് തിന്നൂല. നീ മാത്രം പുണ്യാളനായ ഒരു തീനിവിടെ വേണ്ട. പട്ടി തൂറുമ്പോ കൈപ്പുലിയുടെ മാംസം പട്ടി കാടിന് നടക്കാത്തത് ഞാൻ ചെയ്യൂല. എന്റെ കുഞ്ഞന്റെ രക്തം ഞാൻ
കിടന്നവനാണ് നീയൊക്കെ ചെളിക്കൊണ്ടി തന്നെ കിടന്നാൽ മതിയടാ. എനിക്ക് നേരെ കളിക്കണ്ട. ഒരക്ഷരം മിണ്ടിയ ഞാൻ മിണ്ടും സാറേ, ഞാൻ മിണ്ടും. എല്ലാവരോടും പറയും, എല്ലാവരോടും പറയും. കാടളകി വരും, കാടളകി വരും. ജനാധിപത്യത്തിന്റെ ഈ കാലത്തും നീതികേട് ഒഴിയുന്നില്ല. ഇനി എത്ര രക്തം ചിന്തിയാലോ, ഇനി എത്ര ശബ്ദമുയർത്തിയാലോ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന കാലം വരിക അറിയില്ല. ബാക്കി വായിക്ക്. പക്ഷെ ഗോപാലേട്ട, ബാക്കി പേജുകൾ കാണാനില്ല, കത്തിപ്പോയിരിക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോടൊന്നും പറയേ. കൂടാ അന്ന് എഴുതപ്പെടുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ മോനെ, ഇനി ചരിത്രം എഴുതേണ്ടത് നിന്റെ തലമുറയാണ്. അന്തിമ വിചാരണയുടെ യവലോകത്തെ നീ എഴുത്. നീ അതിന്റെ സാധാരണക്കാരുടെ നീറ്റലും കണ്ണീരും ചേർത്ത് നീ എഴുത്. നിന്റെ പേനയിൽ നിന്നും പുറക്കട്ടെ അന്തിമ വിചാരണ രംഗം. എഴുതുമ്പോൾ ഒന്നോർക്ക്, നിന്റെ എഴുത്തിന്റെ തീ കൊണ്ട് അനീതിയുടെ ചതിയുടെ അധികാരത്തിന്റെ നീചഗോപുരങ്ങൾ തകർന്നു വീഴും. ഓരോ മനുഷ്യന്റെ ഉള്ളിലും പോരാട്ടത്തിന്റെ അനലരിയട്ടെ. എഴുത്. ഗോപാലേട്ട, ഞാൻ എഴുതി. ഗോപാലേട്ട, 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 ഗോപാലേട്ട. നഖശികാന്തം. രചന വന്നേരി ഗോപാലൻ. ജനനം 1961. മരണം 2024. പ്രിയമുള്ള മനുഷ്യരെ, ഈ നാടിന്റെ നെഞ്ചിൽ തൊട്ട് ഈ പുസ്തകത്തിന്റെ അവസാന താളുകൾ നിങ്ങൾക്കായി, നമുക്കായി ഞാൻ എഴുതിയ അന്തിമ വിചാരണ വായിക്കട്ടെ. 3
3 പുനർവിചാരണകളും പൂർത്തിയായിരിക്കുന്നു. അന്തിമ വിധി പ്രഖ്യാപിക്കുന്നതിനു മുൻപ് യമരാജൻ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞതെല്ലാം, ഈ മനുഷ്യർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. ഇവർക്ക് ഈ നരകവിധിയിൽ മോക്ഷം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒച്ച വയ്ക്കണ്ട. സത്യം എനിക്ക് നോക്കി വിലപിടിക്കുന്നു. എനിക്ക് കണ്ണടയ്ക്കാനാവില്ല. യമരാജൻ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകം പ്രപഞ്ചത്തിന്റെ സംഹിതയാണ്. അതിനെ ലംഘിച്ചുകൂടാ. രാജ്യദ്രോഹം പ്രവർത്തിച്ചതിന് ശംഭുകുമാരനെയും സുമിത്രയെയും ചെല്ലനെയും കാലായന നരകത്തിലെ കഠിന ശിക്ഷകൾക്ക് പ്രജാസഭ വിധിക്കുന്നു. അതിനു മുൻപ് അസത്യം പറഞ്ഞ അവറ്റകളുടെ നാവറുക്കുക, അവറ്റകളുടെ നാവറുക്കുക. ഇത് ന്യായമല്ല. ഈ അമലോകത്തിന്റെ അധികാരി എന്ന നിലയിൽ ഞാൻ പറയുന്നു, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല.